എല്ലാവർക്കും നമസ്കാരം. വിങ്സ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 9ാം ക്ലാസ്സിലെ പുതിയ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ നമുക്കറിയാം 9ാം ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് ലോകൾ പഠിക്കുന്നുണ്ട്, ഒട്ടനവധി ലോകൾ പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന പാഠത്തിൽ പഠിക്കുന്ന ഒരൊറ്റ ലോ ആണ് എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയും അതെങ്ങനെ കണ്ടെത്താം എന്നതിനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ അതിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യം നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. മനസ്സിലായല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്താണ് ഈ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്? അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ടച്ച് ചെയ്യാതെ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഇതിന്റെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? ഉദാഹരണമായിട്ട് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഒക്കെ പഠിച്ചു, അല്ലെ? രണ്ട് മാഗ്നറ്റുകൾ ഉണ്ടെങ്കിൽ അവർ നമ്മൾ പരസ്പരം ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്കിടയിൽ എന്താണോ ആ ഫോഴ്സ് ഉണ്ടാവും, അല്ലെ? നേരെ മറിച്ച് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സോ വേറെ ഏതെങ്കിലും ഫോഴ്സ് ആണെങ്കിലോ അത് പരസ്പരം കോണ്ടാക്റ്റിലൂടെയാണ് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ, ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, അല്ലെ? മാത്രമല്ല അതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, അല്ലെ? വളരെയധികം പരിധിയുണ്ട്, അല്ലെ? ആലോചിച്ചു, സൂര്യൻ നിൽക്കുകയാണ്, സൂര്യനിൽ നിന്ന് എത്രയോ കിലോമീറ്റേഴ്സ് അകലെയാണ് നമ്മൾ എർത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എർത്ത് നിൽക്കുന്നത്. അതായത് നമ്മുടെ ലൈറ്റ് വരുമ്പോൾ തന്നെ ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്, അല്ലെ? അപ്പൊ അത്രത്തോളം ദൂരം സഞ്ചരിച്ചാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്, അല്ലെ? മാത്രമല്ല അതിനപ്പുറത്ത് വേറെ പ്ലാനറ്റുകളുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ വളരെയധികം ലോങ് റേഞ്ച് ഉള്ള ഒരു ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലെ? അപ്പം അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ലോങ് റേഞ്ച് ഫോഴ്സ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആണ്, അല്ലെ? നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എടുത്താലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എടുത്താലും അത് നമുക്കറിയാം, അത് അട്രാക്റ്റീവുമാണ്, റിപ്പൾസീവുമാണ്, അല്ലെ? അത് ആകർഷിക്കുകയും അതേപോലെ വികർഷിക്കുകയും ചെയ്യും. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവ് മാത്രമാണ്. മനസ്സിലായില്ലേ? അത് റിപ്പൾസീവ് അല്ല, അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എല്ലാ പ്ലാനറ്റുകളും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നത്, ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, പിടിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് എന്ത് എഴുതാം, അത് അട്രാക്റ്റീവ് ആണെന്ന് എഴുതാം. മറ്റുള്ള നോൺ കോണ്ടാക്ട് ഫോഴ്സുകളെ അപേക്ഷിച്ച് ഗ്രാവിറ്റിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്നാണെന്ത്, അത് ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഒള്ളി, അത് അട്രാക്റ്റീവ് മാത്രമാവും, അല്ലെ? നേരെ മറിച്ച് മറ്റുള്ള ഫോഴ്സുകളോ അട്രാക്റ്റീവ് ആണ്, റിപ്പൾസീവ് ആണ്. ഓക്കെ, ഇനി വേറെന്ന് വെച്ചാൽ ഇത് വേറെ പോയിന്റ് ആയിട്ടൊന്നും അല്ല, എന്നാലും നമ്മൾക്ക് ഫണ്ടമെന്റൽ ഫോഴ്സുകളുണ്ട്, അല്ലെ? ആ ഫോഴ്സുകളിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണെന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? ഏറ്റവും ചെറിയ ഫോഴ്സ്, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് മാഗ്നിറ്റ്യൂഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ഫോഴ്സ് ആണ്, ഏറ്റവും വീക്കാസ്റ്റ്, ഏറ്റവും ദുർബലമായിട്ടുള്ള ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് ആയിട്ട് പറയാം, വീക്കസ്റ്റ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ചില പ്രത്യേകത. നമുക്കറിയാം, നമുക്ക് കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ കേൾക്കുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി അതൊരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, അതേപോലെ നല്ല ലോങ് റേഞ്ച് ഉള്ള ഫോഴ്സ് ആണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്, അതേപോലെ തന്നെ വീക്കസ്റ്റ് ഫോഴ്സുമാണ്. മനസ്സിലായല്ലോ? ശരി, ഇനി നമ്മൾ നേരെ അടുത്ത് എന്താ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെ? വേറൊന്നും അല്ല, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ, എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ, അല്ലെ? അതായത് യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നു, പരസ്പരം ആകർഷിക്കുന്നു. With a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between. അല്ലെ? അങ്ങനെയുള്ള ആ ഫോഴ്സ് ആരെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അല്ലെ? രണ്ടേ ആളുകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ഒരാളെന്ന് വെച്ചാൽ എന്താ, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസ്. അതായത് ആ രണ്ട് വസ്തുക്കളുടെയും മാസുകളുടെ പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെ? രണ്ട് വസ്തുക്കളെയും മാസിനെ ഇൻഡിവിജ്വൽ ആയിട്ടല്ല, രണ്ട് വസ്തുക്കളെയും മാസിന്റെ പ്രോഡക്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ആളെന്ന് പറഞ്ഞാൽ ആരാ, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് അവർക്കിടയിലുള്ള ദൂരത്തിന്റെ സ്ക്വയറിനെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസുകളുടെ പ്രോഡക്റ്റിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണേ, ഡയറക്ട്ലി പ്രൊപ്പോർഷനൽ. എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷനൽ എന്ന് വെച്ചാൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷനൽ വെച്ചാൽ ഒരാൾ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അടുത്ത ആളും എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു, അല്ലെ? ഈ കേസിൽ രണ്ടുപേരുടെയും മാസ്, അല്ലെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ മറ്റേ ആളുടെ, അല്ലെങ്കിൽ രണ്ടുപേരുടെയും മാസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യുന്നു, അത് വർദ്ധിക്കുന്നു ഡയറക്റ്റ് ആയിട്ട്, അല്ലെ? ഇനി ഡിസ്റ്റൻസ് ആണെങ്കിലോ, ഡിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനൽ ആണ്, അല്ലെ? ആ ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനൽ ആണ്. എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്, ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഫോഴ്സ് കുറയുന്നു. ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയുന്നു, അല്ലെ? അതാണ് വിപരീത അനുപാതം, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ പറയട്ടെ, രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, രണ്ട് വസ്തുക്കൾക്കിടയിൽ, അല്ലെ? M1 M2 മാസുള്ള രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. ഒന്ന് അവരുടെ രണ്ടുപേരുടെ മാസിന്റെ പ്രോഡക്റ്റ്,
ഓരോരുത്തരുടെ മാസിനെയല്ല, രണ്ടുപേരുടെയും മാസിന്റെ പ്രോഡക്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. രണ്ടാമത്തെ എന്താ, അവർക്കിടയിലുള്ള ദൂരം. അവർക്കിടയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്കിടയിലുള്ള ദൂരം ഞാൻ എടുത്തിരിക്കുന്നത് എന്താ, ഒരാളുടെ സെന്റർ മുതൽ മറ്റേയാളുടെ സെന്റർ വരെയാണ്. അത് അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. ഒരു വസ്തുവിന്റെ കേന്ദ്രം മുതൽ മറ്റൊരു വസ്തുവിന്റെ കേന്ദ്രം വരെയാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രവർത്തിക്കുന്നത് അല്ലെ. അതുകൊണ്ട് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്താ, നമുക്ക് ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ഒരാളുടെ കേന്ദ്രം മുതൽ മറ്റേയാളുടെ കേന്ദ്രം വരെ കേട്ടോ. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ സെൻട്രൽ ഫോഴ്സ് എന്നും എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ എന്താണ് പറഞ്ഞത്, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒന്ന് അവർക്കിടയിലുള്ള അവരുടെ മാസുകളുടെ പ്രോഡക്റ്റ്. M1 എന്നും M2 ആണ് അവരുടെ മാസുകളെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു M1 M2 എന്ന് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ എന്താ, അവർക്കിടയിലുള്ള ദൂരം ഒരാളുടെ സെന്റർ മുതൽ മറ്റേയാളുടെ സെന്റർ വരെയുള്ള ദൂരം D എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, F ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു D സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു 1/D സ്ക്വയർ എന്ന് പറയാം അല്ലെ. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ എന്താ, ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയുന്നു. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലെ. രണ്ട് കാന്തകൾ നമ്മൾ എടുക്കുകയാണ്, അവരെ നമ്മൾ എന്താ അകറ്റിക്കൊണ്ട് പോകുമ്പോൾ എന്താ, അവരുടെ എല്ലാ ഫോഴ്സ് കുറയുകയാണ് അല്ലെ. അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫോഴ്സ് കുറയുന്നു. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതേപോലെ തന്നെയാണ് അല്ലെ. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതോറും എന്താ, ആ ഫോഴ്സ് കുറയുകയാണ്. മാസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, മാസ് കൂടുമ്പോൾ ഫോഴ്സ് കൂടുകയാണ്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസുള്ള വസ്തുക്കൾക്കിടയിലുള്ള ഫോഴ്സാണ്. മനസ്സിലായല്ലേ? അപ്പോൾ ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ്. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒരൊറ്റ സ്ട്രെച്ചിൽ എന്താ നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയാൽ എന്താ വളരെ എളുപ്പമായിരിക്കും അല്ലേ. ഒന്നുകൂടെ വായിക്കാം. എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും എന്താ പരസ്പരം ആകർഷിക്കുന്നു വിത്ത് എ ഫോഴ്സ് അല്ലെ. ആ ഫോഴ്സ്, ആ ആകർഷണ ബലം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ മാസുകളുടെ പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെ, ഡയറക്റ്റ് ആയിട്ട്. അതേപോലെ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെ, ഇൻവേഴ്സ് ആയിട്ട്, വിപരീതമായിട്ട്. മനസ്സിലായല്ലോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ റിലേഷൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് റിലേഷനും ഉപയോഗിച്ച് എന്ത് ചെയ്യാം, എനിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. വേറൊന്നുമല്ല, ഞാൻ ഈ രണ്ട് ഇക്വേഷൻ കൂടെ ചേർത്ത് എഴുതാൻ തീരുമാനിച്ചു അല്ലെ. ഈ രണ്ട് പ്രൊപ്പോർഷണാലിറ്റിയും കൂടെ ഞാൻ ഒരുമിച്ച് എഴുതാണ്. F പ്രൊപ്പോർഷണൽ ടു M1 M2 അതേപോലെ F പ്രൊപ്പോർഷണൽ ടു D സ്ക്വയർ, രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തായി, ഒരു റിലേഷൻ കിട്ടി. ഇതൊരു ഇക്വേഷൻ അല്ല. ഇക്വേഷൻ ആണെങ്കിൽ അത് ഈക്വൽ ടു സൈൻ ആണ് അല്ലെ. ഇതിന് ഈക്വൽ ടു സൈൻ അല്ല, ഇത് പ്രൊപ്പോർഷണൽ ടു സൈൻ ആണ് അല്ലെ. അതായത് ഈ ഫോഴ്സ് ഇതിനെയൊക്കെ എന്താ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ആ എത്രമാത്രം എന്ന ആ വാല്യൂവിനെ സൂചിപ്പിക്കാൻ എന്ത് ചെയ്യാം, നമുക്കൊരു വാല്യൂ ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഒരു കോൺസ്റ്റന്റിനെ അവിടെ കൊടുക്കാൻ സാധിക്കും അല്ലെ. ആ കോൺസ്റ്റന്റ് എന്ത് ചെയ്തു, നമ്മുടെ ന്യൂട്ടൺ കൊടുത്തു. ആ കോൺസ്റ്റന്റ് അദ്ദേഹം G എന്ന ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്തത്, സൂചിപ്പിച്ചത് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് കൊടുത്തത്, F ഈക്വൽ ടു G ഇൻറ്റു M1 M2/D സ്ക്വയർ അല്ലെ. അപ്പോൾ എന്തായി, നമുക്കൊരു ഇക്വേഷൻ കയ്യിൽ കിട്ടി. ഇതാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കണക്കാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇക്വേഷൻ അല്ലെ. എന്താണ് G എന്ന് ചോദിച്ചാൽ എന്താ, G എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു നമ്പറാണ്, വളരെ ചെറിയ നമ്പറാണ് അല്ലെ. പൂജ്യത്തെക്കാൾ അല്ല, ഒന്നിനേക്കാൾ ഒരു ചെറിയ സംഖ്യയാണ് അല്ലെ. എന്തിനാണ് കൊടുത്തത്, കാരണം ഈ റിലേഷൻ അവർ ഡിപ്പെൻഡൻസ് ആ പറയുന്നത് അല്ലെ. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ഈ റിലേഷൻ പറയുന്നില്ല. ആ എത്രമാത്രം അല്ലെ, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സംഖ്യയാക്കി കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ G എന്ന വാല്യൂ എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കബിൾ ആവണം അല്ലെ. ഈ ജിയുടെ വാല്യൂ ന്യൂട്ടൺ പറഞ്ഞില്ല, ഈ G ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്തു, ഇങ്ങനെ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ജിയുടെ വാല്യൂ പിന്നീട് വന്ന ഒരാളാണെന്ന് കണ്ടുപിടിച്ചു അല്ലെ. ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞ ഒരാളാണ് എന്ത് ചെയ്തത്, എക്സ്പെരിമെന്റലി ഈ ജിയുടെ വാല്യൂ വെരിഫൈ ചെയ്തു അല്ലെ. ആ ജിയുടെ വാല്യൂ വേറൊന്നുമല്ല, ആ ജിയുടെ വാല്യൂ എന്ന് വെച്ചാൽ 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. കാണാതെ പഠിക്കേണ്ട വാല്യൂ ആണ്. മനസ്സിലായല്ലോ? ആ ജിയുടെ വാല്യൂ ഹെൻറി കാവൻഡിഷ് എന്ന സയന്റിസ്റ്റ് കണക്കാക്കി. മനസ്സിലായല്ലോ? ആ ആളുടെ പേര് ഓർത്ത് വയ്ക്കുക, ചോദിക്കാം അല്ലെ, പരീക്ഷ ചോദിക്കുന്നതാണ്, ചോദിച്ച് കണ്ടുവരുന്നതാണ് അല്ലെ. ആ ജിയുടെ വാല്യൂ എത്രയായിരുന്നു, 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് എന്ത്, നമ്മുടെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണക്കാക്കാനുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കണക്കുകൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ 2-3 മോഡൽ കണക്കുകൾ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം അല്ലെ. അതിന് മുമ്പ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ട് വസ്തുക്കൾ M1 M2, രണ്ട് വസ്തുക്കൾ ആരും ആവാം കേട്ടോ, ഏത് വസ്തുവാം, യൂണിവേഴ്സിൽ ഏത് വസ്തുവാം അല്ലെ, വേണമെങ്കിൽ ഞാനും ഭൂമിയും ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള രണ്ട് വസ്തുക്കളാവും അല്ലെ. വേറെ കാര്യം ശ്രദ്ധിച്ചു, ഈ സംഖ്യ വളരെ ചെറിയ സംഖ്യ അല്ലെ, ഈ സംഖ്യ വളരെ ചെറിയ സംഖ്യ. അപ്പൊ രണ്ട് വസ്തുക്കളെ ആർക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സംഖ്യ ഉള്ളത് കൊണ്ട് തന്നെ എന്താ, അവർക്കിടയിലുള്ള ഫോഴ്സ് വളരെ ചെറുതാണ് അല്ലെ. ഉദാഹരണത്തിന് ഇപ്പം ഞാനും ഈ പേനയും നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ, അതിന്റെ വില എന്ന് പറഞ്ഞാൽ വളരെ വളരെ തുച്ഛമായിരിക്കും അല്ലെ. അതെന്താ, അത് നമുക്ക് അത്രത്തോളം സിഗ്നിഫിക്കന്റ് ആയിരിക്കില്ല അല്ലെ, അതിനത്ര പ്രാബല്യം ഉണ്ടാകില്ല അല്ലെ. നേരെ മറിച്ച് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ വസ്തുക്കളുടെ മാസ് വളരെ വളരെ വലുതായിരിക്കണം അല്ലെ. ഉദാഹരണത്തിന് നമ്മുടെ സണ്ണിനും നമ്മുടെ ഭൂമിക്ക് ഇടയിലുള്ള അവരുടെ മാസ്, അല്ലെങ്കിൽ
നമ്മുടെ എർത്തിന്റെ മാസ്. അങ്ങനെ വലിയ വലിയ മാസുകൾ വന്നാലേ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രകടമാവത്തുള്ളൂ, അല്ലെ? നമുക്ക് മൂൺ എർത്തിന് ചുറ്റും കറങ്ങുമെന്ന് അറിയാം, അല്ലെ? അവിടെ ഫോഴ്സ് പ്രകടമാവുന്നുണ്ട്, ഫോഴ്സിന്റെ എഫക്റ്റ് ഉണ്ട്, അല്ലെ? പക്ഷെ ഞാനും ഈ പേനയുടെ ഇടയിൽ എന്താ ഫോഴ്സ് കാണുന്നില്ല. അതിന് കാരണം എന്താ? ആ ഫോഴ്സ് വളരെ ചെറുതാണ്, കാരണം നമ്മുടെ മാസ് എന്താ വളരെ ചെറുതാണ്, അല്ലെ? അത് ഈ സംഖ്യ വളരെ ചെറുതായിട്ടാണ് കേട്ടോ. ശരി, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചുള്ള ചില പ്രോബ്ലം എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ പൊതുവെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് ഒരു 2 തരം ചോദ്യങ്ങളായിരിക്കും. അതിൽ ഒന്നെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് 2 വസ്തുക്കൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണക്കാക്കാനായിരിക്കും, അല്ലെ? 2 വസ്തുക്കളുടെ മാസും അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ ഫോർമുല, നമ്മൾ മുമ്പ് പഠിച്ച ഫോർമുല വെച്ച് എന്ത് ചെയ്യാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണക്കാക്കാം. മനസ്സിലായല്ലോ? ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സ്ഥിരം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ ബാക്കിലും അല്ലെങ്കിൽ എക്സാമുകൾക്കെല്ലാം സ്ഥിരം കാണുന്ന ഒരു ചോദ്യമാണ് ഇത് കേട്ടോ. നോക്കാം. ഒന്ന്, വാട്ട് ഹാപ്പൻസ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 ബോഡീസ് ഇഫ് ദ മാസ് ഓഫ് വൺ ബോഡി ഈസ് ഡബിൾഡ്, അല്ലെ? അതേപോലെ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ട്രിപ്പിൾഡ്, അല്ലെ? അതായത് 2 വസ്തുക്കൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്ത് സംഭവിക്കും എപ്പോഴൊക്കെ ഒരാളുടെ മാസ് ഇരട്ടിയാവുമ്പോൾ, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ദൂരം എന്താ 3 ഇരട്ടി ആവുമ്പോൾ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന്, നമുക്ക് എ പാർട്ടിന്റെ ഉത്തരം ആദ്യം നോക്കാം. അപ്പൊ ചോദ്യം എന്താ പറഞ്ഞാൽ 2 പേരുണ്ട്, അല്ലെ? അപ്പൊ 2 പേര് നമുക്ക് കണക്കാക്കാം. ഇപ്പൊ 2 പേര് M1 ഉം M2 ആണ് 2 പേരെന്ന് വിചാരിക്കാം, M1 ഉം M2. അപ്പൊ അവർക്കിടയിലുള്ള ദൂരം D ആണെന്ന് വിചാരിക്കാം, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ? G × M1 M2/d² ആണെന്ന് നമുക്കറിയാം, ആണല്ലോ? ശരി, ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അല്ലെ? ഇനി ഇവർക്കിടയിലുള്ള ഫോഴ്സിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം, അല്ലെ? എപ്പോഴാ ഒരാളുടെ മാസ് എന്ത് ചെയ്യുന്നു, ഇരട്ടിയാവുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളുടെ മാസ് ഇരട്ടിയാക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് M1 എന്ന ആളുടെ മാസ് എന്ത് ചെയ്യുന്നു, ഞാൻ ഇരട്ടിയാക്കിയെന്ന് വെച്ചാൽ എന്താ, M1 എന്തായി, 2M1 ആയി. M2ന് മാറ്റമില്ല, D-നും മാറ്റമില്ല, അല്ലെ? ഈ M1 മാത്രം എന്തായി, ഇരട്ടിയായി, 2 M1 ആയി. മനസ്സിലായല്ലോ? ശരി, ഇനി എന്ത് ചെയ്യാം, പുതിയ ഫോഴ്സ് കണക്കാക്കാം. പുതിയ ഫോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, F' എന്ന് വിളിക്കാം, അല്ലെ? അപ്പൊ പുതിയ ഫോഴ്സ് ഇക്വേഷൻ എന്താ, നമുക്കറിയാം, G × ഓക്കെ. ഇവിടെ M1ന് പകരം എന്തിടും നമ്മൾ, 2M1 ഇടും, കാരണം അയാളുടെ മാസം എന്തായി, ഇരട്ടിയായി, അല്ലെ? അപ്പം M1 പകരം എന്തിടാം, M1 പകരം നമുക്ക് 2M1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M2ന് മാറ്റമില്ല, M2ന്റെ മാസം മാറ്റമില്ല, അപ്പൊ എന്ത് ചെയ്യാം, അയാൾ M2 തന്നെയാണ്. അവർക്കിടയിലുള്ള ദൂരം എന്ത് ചെയ്യുന്നില്ല, അതും മാറ്റമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, ദൂരവും d² തന്നെയാണ്. മനസ്സിലായല്ലോ? ശരി, അപ്പൊ നമ്മൾ ഇക്വേഷൻ ആയി, അല്ലെ? ഈ ഇക്വേഷന് എന്ത് ചെയ്യാം, ഈ 2 അങ്ങ് വെളിയിലേക്ക് എടുക്കാം, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 അങ്ങ് വെളിയിലേക്ക് എന്ത് കിട്ടും, 2 × G M1 M2/d² എന്ന് കിട്ടും, അല്ലെ? അപ്പം ഒരാളുടെ മാസ് ഇരട്ടിയായപ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് എന്തായി, ഇത്രത്തോളമായി, ആണല്ലോ? ഇനി നോക്കിയേ, ഈ 2 മറച്ചു പിടിച്ചാൽ ഈ സാധനം എന്താ, G × M1 M2/d² എന്ന് വെച്ചാൽ എന്താ, അത് F അല്ലേ, അല്ലെ? അപ്പം അതിന് പകരം നമ്മൾ F കൊടുത്താൽ എന്ത് ചെയ്തു, F' = 2F എന്ന് കിട്ടും. അതായത് പുതിയ ഫോഴ്സ് എന്തായി, ഇരട്ടിയായി. ഒരാളുടെ മാസ് ഇരട്ടിയായപ്പോൾ എന്ത് ചെയ്തു, പുതിയ ഫോഴ്സും എന്ത് ചെയ്തു, ഇരട്ടിയായി എന്നാണ് പറയപ്പെടുന്നത്, അല്ലെ? നമുക്കറിയാം, മാസ് കൂടുമ്പോൾ ഫോഴ്സും കൂടുമെന്ന് അറിയാം, അല്ലെ? ഇവിടെ മാസ് ഇരട്ടിയായപ്പോൾ എന്ത് ചെയ്തു, ഫോഴ്സും ഇരട്ടിയായി, അല്ലെ? 2 പേരുടെ മാസ് കൂടിയാലോ, ഇവിടെ 2 × 2 4 ആവും, ഫോഴ്സ് എന്തായി 4 ടൈംസ് ആയി വർദ്ധിക്കും. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യവും അറ്റംപ്റ്റ് ചെയ്യാം, അല്ലെ? അടുത്ത ചോദ്യം അറ്റംപ്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അടുത്ത ചോദ്യത്തിൽ എന്താ പറയുന്നത്, അപ്പൊ അടുത്ത ചോദ്യത്തിൽ പറഞ്ഞത് എന്താ, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ട്രിപ്പിൾ, അല്ലെ? ആദ്യം അവർക്കിട്ടുള്ള ദൂരം എത്രയായിരുന്നു, D ആയിരുന്നു, അല്ലെ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ദൂരം 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ പോവാണ്. അപ്പൊ ഫോഴ്സ് കുറയുമെന്ന് നമുക്ക് അറിയാം, അല്ലെ? നമുക്ക് നോക്കാമല്ലോ. പുതിയ ഫോഴ്സ്, ഇവിടെയും പുതിയ ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, F' എന്ന് എടുക്കാം, അല്ലെ? അപ്പൊ അതിന്റെ ഫോർമുല G × മാസിന് മാറ്റമില്ല, M1 തന്നെ, രണ്ടാമത്തെ ആളുടെ മാസിന് മാറ്റമില്ല, M2 പക്ഷേ എന്താ, ഡിക്ക് മാറ്റമുണ്ട്. ഡി എന്താവുന്നു, ഡി 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡി ഇത്ത സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, 3D എന്നിടാം. മനസ്സിലായല്ലോ? ഡി എന്തായി, ഡി 3D ആയിട്ട് മാറി, അല്ലെ? അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായി, 3 ഇരട്ടിയായി മാറി, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ക് പകരം 3D എന്ന് കൊടുക്കാം, ആണല്ലോ? 3 ബ്രാക്കറ്റിന് പുറത്തെഴുതത് 3D എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, അതിന്റെ മൊത്തത്തിലുള്ള സ്കോർ എടുക്കണം കേട്ടോ, അല്ലാതെ 3 വെളിയിട്ടിട്ട് ഡിന്റെ സ്കോർ എടുക്കണം കേട്ടോ. അപ്പൊ എന്ത് കിട്ടും നോക്കാമല്ലോ. പുതിയ ഫോഴ്സ് F' എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, G × M1 M2 മാറ്റമില്ല 3യുടെ സ്ക്വയർ എത്രയാണ്, അത് 9 ആണ്. ഓക്കെ, D² സ്ക്വയർ 3² തന്നെ. ഓക്കെ, ഇപ്പൊ വീണ്ടും നമുക്ക് ഒരു ഇക്വേഷൻ ആണല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് F' എന്ത് ചെയ്യാം, ഈ ഒരു 1/9 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, നമ്മുടെ പഴയ അതേ സാധനം M1 M2/d² എന്ന പഴയ അതേ സാധനം തന്നെ എന്ത് ചെയ്തു, നമുക്ക് കിട്ടി, ആണല്ലോ. ഇനി നോക്കിയേ, ഈ സാധനത്തിന് വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് F സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എന്താവും, F' = 1/9F എന്ന് കിട്ടി. അതായത് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 3 ഇരട്ടിയാക്കി വർദ്ധിച്ചപ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്തായി, 9 മടങ്ങായിട്ട് കുറഞ്ഞു, 1/9 ആയിട്ട് കുറഞ്ഞു, സ്ക്വയർ ആയിട്ട് കുറഞ്ഞു, അല്ലെ? ഇതാണ് നമ്മുടെ ഫോർമുല, ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. മാസ് ഇരട്ടിയായപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഫോഴ്സ് ഇരട്ടിയായി,
മാസ് 3 ഇരട്ടിയായാൽ ഫോഴ്സ് 3 ഇരട്ടിയാവും. ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് 3 ഇരട്ടിയായി എന്ത് ചെയ്യും? ഫോഴ്സ് എന്തായി? 9 ഇരട്ടിയായിട്ട് കുറഞ്ഞു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒരേ സമയം നമുക്ക് മാസ് ഡിസ്റ്റൻസ് മാറ്റാം. അത് ചെയ്താലും എന്താ? ഇതേപോലെ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്തായി? ആൻസർ ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ മോഡൽ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ മോഡൽ ഉണ്ട്, അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ഞാൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. ജസ്റ്റ് കാൽക്കുലേഷന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി സിമ്പിൾ ആണ്, ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. എങ്ങനെയാണോ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് പകുതിയായെന്ന് ചോദിക്കാം. അപ്പൊ എന്താ? ഇവിടെ 1/2 ഡി ഇടണം. 1/2 ഡിന്റെ സ്ക്വയർ എന്താ? 1/4. ആ 1/4ന്റെ 4 വെള്ളിലേക്ക് പോകുമ്പോൾ എന്താ? 4 ടൈംസ് എഫ് ആവും. 4 ഇരട്ടിയായിട്ട് മാറും കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയത് അല്ലേ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പുതിയൊരു ടോപ്പിക് അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.